ട്രിവാൻഡ്രത്തെ ലുലു മാളിലേക്ക് ഇതെൻ്റെ മൂന്നാമത്തെ വരവാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ വരവ് നമ്മൾ ഫാമിലി ആയിട്ടാണ്. വന്ന് കയറിയ പാടെ തന്നെ ഞാനും അമ്മച്ചിയും എന്താ ഇവിടെ സ്റ്റക്കായി. ആൾക്കൊരു ലിപ് ലൈനർ വേണമായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാനന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന നൈക്കയുടെ ചായ് എന്ന് പറയുന്നൊരു ലിപ് ലൈനർ ഉണ്ട്. അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ അതിട്ട് നോക്കിയപ്പോൾ ആൾക്ക് അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആ ഒരു ഫീച്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ തന്നെ വേറെ ഷെയ്ഡ്സ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്മച്ചിയുടെ മനസ്സിലുണ്ടായിരുന്ന ഷെയ്ഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞാൻ എന്താണ് അമ്മച്ചി എന്ന് വിളിക്കുന്നത്, അമ്മച്ചി എന്നൊക്കെ വിളിക്കാൻ മാത്രം പ്രായമുള്ള ആളാണോ എന്നൊക്കെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. സച്ച് വിളിക്കുന്നത് സച്ചുവിൻ്റെ അമ്മേനെ അമ്മച്ചി എന്നാണ്. അതുകൊണ്ട് ഞാനും അമ്മച്ചി എന്ന് വിളിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ സ്ഥലങ്ങളിൽ നല്ല പ്രായമായിട്ടുള്ള സ്ത്രീകളെയാണ് അമ്മച്ചി എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനൊരു കമൻറ്റ് വന്നത്. അപ്പോൾ ഇതെന്തായാലും സ്നേഹത്തോടെ ആൾ വിളിച്ച് ശീലിച്ച് വന്നതാണ്. അതുകൊണ്ട് ഞാനും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞ് കറക്കമൊക്കെ കഴിഞ്ഞ് പാരഗണിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിനിമയ്ക്ക് കയറുവാണ്. ഇപ്രാവശ്യം നമ്മൾ സിനിമ കാണുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാനും സച്ചും ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് കയറുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരിക്കും. കാരണം ഈ 8 വർഷത്തെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോലും മൂവി കാണാൻ പോയിട്ടില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ പോകാനുള്ളൊരവസരം നമുക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാൻ. നമ്മൾ ലീവിന് വരുമ്പോൾ മീറ്റ് ചെയ്യാറുണ്ടെങ്കിലും മൂവിക്ക് വേണ്ടി ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നെ കാണാനായിട്ട് ആൾ ട്രെയിൻ കയറി മോർണിംഗിലെത്തും. ഓൾറെഡി റിട്ടേൺ ട്രെയിനും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾ തിരിച്ചും പോവും. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ആ ഒരു 5-6 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫസ്റ്റ് മൂവി ഡേറ്റ് ആണിത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. പാരഗണിലെ ഫുഡ് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചാണ് തിയേറ്ററിലേക്ക് കയറിയതെങ്കിലും തിയേറ്ററിലേക്ക് കയറാൻ നേരത്ത് ഇങ്ങനെ ഒരു ചടങ്ങാണല്ലോ, പോപ്കോൺ വാങ്ങിക്കുക, ഐസ്ക്രീം വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ തെറ്റിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കാണാൻ പോകുന്ന പടത്തിൻ്റെ പേരാണ് വലതുവശത്തെ കള്ളൻ. എനിക്ക് ആ ഫിലിം നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോബാ ടീയൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ടോ.